ഓക്കെ, ബാങ്ക് എക്സാം 2026 മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ SBI ക്ലർക്കിൻ്റെ മൂന്നാമത്തെ മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സെക്കൻഡ് മോക്ക് ടെസ്റ്റുകൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, ചാനലിലുണ്ട്. അത് ചെക്ക് ചെയ്യുക, അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മൂന്നാമത്തെ ടെസ്റ്റിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ മാൻ ബൈസ് 11 സൈക്കിൾസ് ഫോർ റുപ്പീസ് 1 lakh 10, 100, 1000, 14 ലക്ഷം. ഇപ്പോൾ 1,10,000 and 10 cycles for 1,32,000. What is his gain or loss percentage? ഓക്കെ, അപ്പോൾ 11 സൈക്കിളുകൾ 1,10,000 മേടിച്ചെന്നാ. അപ്പോൾ ഒരു സൈക്കിളിൻ്റെ വില എത്ര ആയിരിക്കും? 11 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 1 കഴിഞ്ഞിട്ട് 1, 2, 3, 4, 10,000 രൂപ അല്ലേ? 10,000 11 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ 1,10,000 കിട്ടുന്നത്. ഓക്കെ, അതേപോലെ ഒരു സൈക്കിളിൽ എത്ര രൂപയ്ക്കായിരിക്കും വിറ്റത്? 10 എണ്ണത്തിന് ഇത്രയാണെങ്കിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ 13,200. അപ്പോൾ 10,000 രൂപയുടെ സാധനം മേടിച്ചിട്ട് 13,200 വിറ്റു. അപ്പോൾ പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 32%. കാര്യം ഇതിൻ്റെ 32% എന്ന് കണ്ടുപിടിച്ചേ. 32% എന്ന് പറയുമ്പോൾ 2 0 ക്യാൻസലാവും. ഇപ്പോൾ 32 കഴിഞ്ഞ് 2 0, അതായത് ഇതിൻ്റെ കൂടെ 32 കഴിഞ്ഞ് 2 0 വരുന്നതാണല്ലോ ഇത്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് 32% പ്രോഫിറ്റ് ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാവുന്നതായിരുന്നു. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശിവ ഈസ് ആസ് മെനി ഇയേഴ്സ് ഓൾഡർ ദാൻ പല്ലവി ആസ് പല്ലവി ഈസ് യങ്ങർ ദാൻ രാഹുൽ. ദ ആവറേജ് ഏജ് ഓഫ് ദ പ്രസന്റ് ഏജസ് ഓഫ് ശിവ, രാഹുൽ ആൻഡ് മോഹിത് ഈസ് 27 years. 5 years ago മോഹിത് വാസ് 36 years old. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് രാഹുൽ. എന്ത് മനസ്സിലായി? ആദ്യത്തെ സെന്റൻസ് വായിച്ച് ശിവ ഈസ് ആസ് മെനി ഇയേഴ്സ് ഓൾഡർ ദാൻ പല്ലവി ആസ് പല്ലവി ഈസ് യങ്ങർ ദാൻ രാഹുൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ത്? ശിവ എത്ര വയസ്സ്, അതായത് ആസ് മെനി ഇയേഴ്സ് ഓൾഡർ ദാൻ പല്ലവി, പല്ലവിയേക്കാൾ എത്ര വയസ്സ് മൂത്തയാണോ അത്രയും തന്നെ പല്ലവി രാഹുലിനേക്കാളും യങ്ങർ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളത് മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതും? അതറിയാമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ശിവയുടെ ഏജ് തന്നെ എസ് എന്നും ശിവ ഓൾഡർ ദാൻ പല്ലവി എന്നാണല്ല പറയുന്നത്. അപ്പോൾ ആർക്കായിരിക്കും പ്രായം കൂടുതൽ? ശിവയ്ക്കാണ്. അപ്പോൾ ശിവ എത്ര ഓൾഡർ ആണോ, അത് പല്ലവിയേക്കാൾ, പല്ലവിയുടെ വയസ്സ് പി എന്ന് എടുത്തു കഴിഞ്ഞാൽ ശിവ പല്ലവിയേക്കാൾ എത്ര ഓൾഡർ ആണോ അതാണ് എസ് മൈനസ് പി എന്ന് ഉദ്ദേശിക്കുന്നത്. അത്രയും തന്നെയാണ് എന്താണ് പല്ലവി ഈസ് യങ്ങർ ദാൻ രാഹുൽ. പല്ലവി രാഹുലിനേക്കാൾ യങ്ങർ ആണ്. അപ്പോൾ അതവിടെ ആരാണ് ഓൾഡർ? രാഹുലാണ്. അപ്പോൾ രാഹുൽ മൈനസ് പല്ലവി. ഇതാണ് നമുക്ക് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ. ഇവിടെ ഇത് രണ്ടും ഒരേ സൈനാണ്, ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇതാണ്ടേ, എന്താ ശിവയ്ക്കും രാഹുലിനും ഒരേ പ്രായമാണ്. ഇനി ബാക്കി നമുക്ക് നോക്കാം. അത് ആവറേജ് ചെയ്തത് പ്രസൻറ്റേജ് ശിവ രാഹുൽ ആവറേജ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശിവ രാഹുൽ മോഹിത് ഇവരുടെ എല്ലാവരുടെ സമ്മ എത്ര? 27 × 3 81. ഇനി 5 years ago മോഹിത്തിന്റെ പ്രായം 36 എന്ന് പറഞ്ഞു, 5 വർഷം മുമ്പ്. അപ്പൊ ഇപ്പോൾ എത്ര ആയിരിക്കും മോഹിത്തിന്റെ? അത് 41. അപ്പൊ മോഹിത്തിന്റെ കിട്ടിയ 41 എങ്കിൽ ഇവരുടെ രണ്ടുപേരെ സമ്മ എത്ര ആയിരിക്കും? 40 ആയിരിക്കും. ഓക്കെ, ഇവരുടെ രണ്ടുപേരെ സമ്മ 40, 41 ആവത്തുള്ളൂ. ദെൻ ഫൈൻഡ് ദ പ്രസന്റ്, ഇത് വേറെ പ്രസന്റേജ് ആണല്ലോ. ഫൈൻഡ് ദ പ്രസന്റ് ഏജ് ഓഫ് രാഹുൽ. രാഹുലിന്റെ ആണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവരുടെ രണ്ടുപേരെ ആരായിരുന്നു? ശിവയുടെ രാഹുലിന്റെയും ഒരേ പ്രായമാണ്. അപ്പോൾ അവരുടെ സമ്മ 40 കിട്ടി. എങ്കിൽ അവർ ഓരോരുത്തർക്കും 20 വയസ്സ് ചെയ്തായിരിക്കത്തില്ലേ? അപ്പോൾ രണ്ടുപേർക്കും 20 വയസ്സ്. ഓക്കെ, അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കുന്നതിനുള്ളൊരു കാര്യമാണ് ഉള്ളത്. അടുത്തത് ക്വസ്റ്റ്യൻ 3. ആയുഷ് വാക്സ് അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 4 km/h. ഹി ടേക്സ് 45 minutes വാക്കിംഗ് ഫ്രം ഹിസ് ഓഫീസ് ടു റീച്ച് ഹിസ് ഹോം. ഫൈൻഡ് ഹൗ ഫാർ ഈസ് ഹിസ് ഓഫീസ് ഫ്രം ഹിസ് ഹൗസ്. ഓക്കെ, ഇപ്പോൾ 4 km/h ആണ് ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് പറഞ്ഞിരിക്കുന്നത് 45 മിനിറ്റ് എടുക്കും. ഓക്കെ, അപ്പോൾ ഇത് സ്പീഡ് ഇൻറ്റു ടൈം. 45 മിനിറ്റിനെ മണിക്കൂറിലാക്കണമെങ്കിൽ ബൈ 60 ചെയ്യണം. 3/4 ഡയറക്റ്റ് കിട്ടും, ക്യാൻസൽ ചെയ്താൽ 3 കിലോമീറ്റർ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. അതായത് സ്പീഡ് ഇൻറ്റു ടൈം, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, ഇത്രയേ ഉള്ളൂ 3. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ല, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു. 4. If compound interest received on a sum of rupees 20,000 for 4 years compounded annually at the rate of 10% is rupees
എക്സ് പ്ലസ് 82. ദെൻ ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഓക്കെ, അതായത് 4 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എങ്ങനെ ചെയ്യും നിങ്ങൾ 4 വർഷത്തെ തന്നാൽ? ഒരുപാട് ഇപ്പോൾ പാസ്കൽസ് ട്രയാങ്കിൾ വഴി ചെയ്യുന്നവരുണ്ട്. ദെൻ ട്രീ മെത്തേഡ് വഴി ചെയ്യുന്നവരുണ്ട്. നമുക്ക് റേഷ്യോ മെത്തേഡ് തന്നെ, റേഷ്യോ മെത്തേഡ് എല്ലാത്തിലും ചെയ്യാം. റേഷ്യോ മെത്തേഡ് എങ്ങനെ ഇതിനെ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് പാസ്കൽ ട്രയാങ്കിളോ ട്രീ മെത്തേഡോ ഒക്കെ വെച്ച് ചെയ്യാം. അത് ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 4 വർഷത്തെ ആകുമ്പോൾ നമ്മൾ 10⁴ വിൽ അമൗണ്ട്സ്, അതായത് 10% പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ 10 11 ആവുന്നതാണ്. 11⁴. ഇവിടുത്തെ ഒരു പ്രശ്നം 10⁴ 1 കഴിഞ്ഞിട്ട് 4 0. 11⁴ കണ്ടുപിടിക്കുന്ന പ്രശ്നം. 11ന്റെ ക്യൂബ് വരെ അറിയാമോ? 1331 അല്ലേ? ആണല്ലോ. ഡിജിറ്റുകളെല്ലാം കൂടെ കൂട്ടുക. ആദ്യം 1 കൊടു, പിന്നെ 3 ഒന്നുകൂടെ 4, 3 3 6, 3 1 4. ഇതെത്ര ആയിരിക്കും? 11 സോറി, ലാസ്റ്റത്തെ അതാ പറഞ്ഞ, ലാസ്റ്റ് ഒരു ഡിജിറ്റ് മിസ്സിങ് ആണല്ലോ, അതാ ഞാൻ നോക്കിയത്. 1 4 6 4 1 കിട്ടും. ഇപ്പോൾ 10,000 രൂപയാണെങ്കിൽ ഇത്രയും എമൗണ്ട് ആവും. സോ പലിശ എത്ര? 4641. ഇവിടെ 10,000 അല്ലല്ലോ, 20,000 അല്ലേ? 100,000 20,000 ആകുമ്പോൾ ഇതിന്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ ഇടുക. അപ്പോൾ ഇവിടെ 2 വരും, 8 വരും, ഇവിടെ 6 12 ആവും. 12ന് 1 ഇങ്ങോട്ട് വരുമ്പോൾ 4ന്റെ ഡബിൾ തന്നെ 8 ആണ്. പിന്നെ ഒന്നുകൂടെ കൂടിയിട്ട് 9282. ഇതാണ് പലിശ. കിട്ടിയല്ലോ. അത് എന്താ പറഞ്ഞ എക്സ് പ്ലസ് 82 എന്ന് പറഞ്ഞു. ഇപ്പൊ എക്സ് എത്ര ആയിരിക്കും? 9200 ആയിരിക്കും. അതിന്റെ കൂടെ 82 കൂട്ടുമ്പോഴാണ്. ഓക്കെ, എക്സ് കിട്ടി. ആ എക്സ് 7.5% പലിശയിൽ 4 years ഇട്ട് കഴിഞ്ഞാൽ 7.5% പലിശ നിരക്കിൽ 4 വർഷമാകുമ്പോൾ എത്ര ആവും? 7.5 × 4, 7.5 ഡബിൾ എത്ര? 15. 15 × 2 30. അപ്പൊ 30%. ഇതിന്റെ 30%. പെർസെൻറ്റേജിന്റെ കൂടെ 2 0 ക്യാൻസൽ. 92 × 3 എത്ര ആണ്? 9 27. 276 കഴിഞ്ഞിട്ടൊരു 0 ഉണ്ടോ? ഓക്കെ, ഇത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തത്. അതായത് ഇവിടെ 10 then 11 4 വർഷമായതുകൊണ്ട് 4th പവർ എടുത്തു. 4th പവർ കണ്ടുപിടിക്കുക. 11⁴ എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ അത് ക്യൂബ് അറിയാമല്ലോ, ക്യൂബിൽ നിന്ന് കണ്ടുപിടിച്ചു നമ്മൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ. സമീർ ആൻഡ് രാഹുൽ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 12 days. If Rahul alone can do the work in 20 days, then how long it will take Samir to finish 50% of the work alone? Samir then Rahul can do a piece of work in 12 days. അവർക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് 12 ദിവസമാണ്. ഇഫ് രാഹുൽ അലോൺ ക്യാൻ ഡു ദ വർക്ക് ഇൻ 20 days. ഇപ്പൊ രാഹുൽ മാത്രം 20 days, സമീറും രാഹുലും കൂടെ 12 ദിവസം അല്ലേ ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ LCM 60 എടുക്കാം. അപ്പോൾ 5 ഇതിൻ്റെ 3. അപ്പോൾ രാഹുലിൻ്റെ എഫിഷ്യൻസി 3 ആണെന്ന് കിട്ടിയല്ലോ. രാഹുലിൻ്റെ എഫിഷ്യൻസി 3 ആണെങ്കിൽ ഇവിടെ ടോട്ടൽ 5 കിട്ടണേ, സമീറിൻ്റെത് 2 ആയിരിക്കും. അപ്പോൾ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് സമീർ ടു ഫിനിഷ് 50% വർക്ക് കംപ്ലീറ്റ്. 50% 60ന്റെ പാതി 30 വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ആര്? സമീറിൻ്റെ എഫിഷ്യൻസി 2 ആണ്. സോ 15 ദിവസം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് കോപ്പർ ആൻഡ് ഗോൾഡ് ഇൻ എ വെസൽ എ ഈസ്. കോപ്പർ ഗോൾഡ് ഞാൻ ആദ്യത്തെ ലെറ്റർ വെച്ച് എഴുതുകയാണ്. ഇതിന്റെ പ്രതീകമൊന്നും അല്ല കേട്ടോ. 4:7. ഇഫ് 48 gram copper and 52 gram gold is added. Okay, 48 52. Okay, then the ratio of copper to gold becomes 2:3. അപ്പോൾ രണ്ട് ടൈപ്പ് ആണ്. അപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ 4x-ന്റെ കൂടെ 48 അല്ലേ? കോപ്പർ 48 അല്ലേ? ഓക്കെ, അടുത്ത 7x-ന്റെ കൂടെ എത്ര കിട്ടുന്ന? 52 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 2:3 വരും. കുറച്ചുകൂടെ സിമ്പിളാക്കാൻ 2 വെച്ച് ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ 2x-ഉം 24 മൾട്ടിപ്ലൈ ചെയ്യണേ. 6x പ്ലസ് 24 × 3 എത്ര? 60. 72 ഈസ് ഈക്വൽ ടു, ഇവിടെ വേറെ ഒന്നുമില്ല, 7x പ്ലസ് 52 ആണ്. സോ 7x അപ്പുറം 6x അപ്പുറം പോകുമ്പോൾ എക്സ് മാത്രമാവും. 72 52 20. ഇപ്പോൾ x 20 കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് കോപ്പർ ഇനിഷ്യലി 20 × 4 80 ആയിരിക്കും ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ
പ്ലോട്ട് ഈസ് 60% മോർ ദാൻ ഇറ്റ്സ് ബ്രെത്ത്. അപ്പോൾ ലെങ്ത് ബ്രെത്ത് 60% മോർ ദാൻ 60% എത്ര? 3/5. അപ്പോൾ ബ്രെത്ത് 5 ആണ്, ലെങ്ത് അതിനേക്കാളും 3 കൂടുതൽ 8. ഇഫ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കുലർ പ്ലോട്ട് ഈസ് 130 മീറ്റർ. ഓക്കെ, ഇങ്ങനെ ഈ അസംഷൻ പ്രകാരമാണെങ്കിൽ 8 5 13ന്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ ആയി 26, അതായത് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണല്ലോ പെരിമീറ്റർ, 26 ആണ് വരേണ്ടത്. 26 വരെ 130 എന്ന് പറഞ്ഞു. 26 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 130. 26 10 കൊണ്ട് ഗുണിച്ചാൽ 260 ആണ് അതിൻ്റെ പകുതി. അപ്പോൾ 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 130. ദെൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ. അപ്പോൾ ഏരിയ ആണെങ്കിൽ ഇത് നമ്മളുടെ ലെങ്ത് 40ഉം ഇത് 25ഉം കിട്ടും. ഏരിയ ആണെങ്കിൽ രണ്ടും കൂടെ ഗുണിക്കുക. 25 ഗുണം 4 100, 100 കഴിഞ്ഞിട്ടൊരു 0, 1000 ഉണ്ടോ? ഓക്കെ, ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. എ, ബി ആൻഡ് സി ജോയിൻ എ പാർട്ണർഷിപ്പ് ബിസിനസ് വിത്ത് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ₹3,600, $9,000 and $4,800 respectively. If the total profit is ₹3,770, find the profit share of B. Okay, A, B, C 3 പേര്. അപ്പോൾ പൂജ്യങ്ങളെല്ലാം ആദ്യമായി ക്യാൻസൽ ചെയ്യാം. 36, 90, 48. 6 വെച്ച് ക്യാൻസൽ ചെയ്ത 6 36, 15 90, 8 48. ഇങ്ങനെ എഴുതാമല്ലോ. എയുടെ, ബിയുടെ, സിയുടെ എല്ലാം ഒന്ന് കൂട്ടിയ 15 6 21 8 29 യൂണിറ്റ് ആണ് ടോട്ടൽ കിട്ടിയ 3770 എന്ന് പറയുന്ന 770 എന്ന് പറയുന്ന ടോട്ടൽ പ്രോഫിറ്റ്. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 29 ഒരു പ്രാവശ്യം, 29 കഴിഞ്ഞ് 8 8 8 87. 29 ഗുണം 3 ആണ് 87, കറക്റ്റ്. 29 ഗുണം 3 87 ആണ്. അതായത് 20 ഗുണം 3 60, 9 ഗുണം 3 27. ഇപ്പോൾ 87 കിട്ടും. 29 ഗുണം 3 130 കിട്ടി. ഒരു യൂണിറ്റ് 130. ഫൈൻഡ് ദ പ്രോഫിറ്റ് ഷെയർ ഓഫ് ബി. ബിയുടെ ആണെങ്കിൽ ഇപ്പോൾ 15 ഗുണം 13, അതായത് 15 ഗുണം 130 ആണ്. 15 13 ഗുണിക്കാൻ നമ്മൾ എപ്പോഴും ചെയ്യുന്ന എളുപ്പവഴിയാണ്. എന്ത്? മിഡിൽ നമ്പർ 14. 14ന്റെ സ്ക്വയർ 14ന്റെ സ്ക്വയർ 14ന്റെ സ്ക്വയർ പറ 100 എത്ര? 15ന്റെ സ്ക്വയർ 200. 14ന്റെ സ്ക്വയർ 196. 196 1 കുറച്ച് 195 കഴിഞ്ഞിട്ടൊരു 0. ഇത്രയേ ഉള്ളൂ. A boat travels 256 km downstream in 8 hours and the speed of the stream is 12 km/h. Find the upstream distance covered by the boat in 2.5 hours. So simple. A boat covers 256 km in 8 hours. എങ്കിൽ അതിൻ്റെ സ്പീഡ് 3 24 16 2. ഇപ്പം 32 ആണ് സ്പീഡ്. ബോട്ട് ഡൗൺ സ്ട്രീം ആണ്. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡാണ് ഇത്. ഇനി ആൻഡ് സ്പീഡ് ഓഫ് ദ സ്ട്രീം, സ്ട്രീമിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡിൽ നിന്ന് സ്ട്രീമിൻ്റെ സ്പീഡ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഡൗൺ സ്ട്രീം സ്പീഡ് 32, സ്ട്രീമിൻ്റെ സ്പീഡ് എത്രയാണ്? 12 അല്ലേ? 12 ആണെങ്കിൽ ഇനി അപ്സ്ട്രീം സ്പീഡ് എങ്ങനെ കാണാം പറഞ്ഞേ? അതായത് സ്ട്രീമിൻ്റെ സ്പീഡും ബോട്ടിൻ്റെ സ്പീഡും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടണം? 32 കിട്ടണം. അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് 20 ആയിരിക്കണം. 20ഉം 12 കൂട്ടിയാലാണ് 32 കിട്ടുന്നത്. ഇനി 20ൽ നിന്ന് 12 കുറയ്ക്കുന്ന 8 ആയിരിക്കും എന്ത്? അപ്സ്ട്രീം സ്പീഡ്. ഓക്കെ ആണോ? ചെക്ക് ചെയ്ത് നോക്ക്. അതായത് ഇപ്പോൾ 12 20, 20ഉം 12 കൂട്ടിയാൽ 32, 20ൽ നിന്ന് 12 കുറച്ചാൽ 8. ഓക്കെ, നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് അപ്സ്ട്രീം ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 2 പോയിന്റ്. ഇപ്പോൾ സ്പീഡ് ഇതാണ്, സ്പീഡ് ഇൻറ്റു ടൈം ഡിസ്റ്റൻസ് 28 16 16 4 20 20 8 ഗുണം 2.5 ചെയ്താൽ മതി. ഓക്കെ, ഇൻ എ സർക്കുലർ റേസ് ഓഫ് 4800 മീറ്റർ, എ ആൻഡ് ബി സ്റ്റാർട്ട് ഫ്രം ദ സെയിം പോയിന്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം with the speed of 36 km/h and 54 km/h. When will they meet again for the first time on the track if they are running in the opposite direction? ഓക്കെ, ചുമ്മാ ഒരു സർക്കുലർ ട്രാക്ക് വരയ്ക്കാം. എന്താ? എയും ബിയും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് എ ഉണ്ട്, ബി ഉണ്ട്, എയും ബി ഉണ്ട്. സെയിം ടൈം ഇത് സ്പീഡ് ഉണ്ട്. വെൻ ദേ വിൽ മേറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് ഓടുന്ന എ, ഇയാൾ ഇങ്ങോട്ട് ബി ഇങ്ങോട്ട് ഓടുന്നു. ഇവരിനി ഇപ്പോൾ 2 ബോഡീസ് ഇൻ മോഷൻ, 2 ബോഡീസ് ഇൻ മോഷൻ ആണെങ്കിൽ എന്തായിരിക്കും? റിലേറ്റീവ് സ്പീഡാണ് എടുക്കേണ്ടത്. റിലേറ്റീവ് സ്പീഡ് എങ്ങനെയാണ് എടുക്കുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എന്താ? രണ്ടും കൂടെ ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ ചെയ്യുന്നത്? സെയിം ഡയറക്ഷനാവണം, വലുതിന് ചെറുത് പറയും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ ആഡ് ചെയ്യും. എത്രയായിരുന്നു?
54 36 കൂട്ടി 5 3 90. 90 നമുക്കിനി എന്തോ സെക്കൻഡിലാണ് പറഞ്ഞത്. അപ്പോൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 18 5 90 25 കിട്ടും. ഇനി 25 മിനിറ്റ് ഇനി ഇവർ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കും. ഇവർ രണ്ടുപേരും ഇങ്ങനെ പോവുക. ഇവർ എവിടെയോ വെച്ച് ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് മീറ്റ് ചെയ്യാന്ന് കരുത്. അപ്പോൾ ഒരു ടോട്ടൽ രണ്ടുപേരുടെ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും? ഈ ടോട്ടൽ സർക്കുലർ റേസിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ഏതാണ് 4800 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേ ബൈ 25 ആയിരിക്കും നമ്മുടെ കണ്ടുപിടിക്കേണ്ട എന്താണ് ഏത് ടൈമിൽ കണ്ടുമുട്ടുമെന്ന്. 25 ഒരു പ്രാവശ്യം 25, ബാക്കി 23 230 25 പറഞ്ഞാൽ 190 ആയിരിക്കും. അല്ല 225 വരെ വന്നു 5, അപ്പോൾ 192 ആയിരിക്കും. ഓക്കെ, 192 സെക്കൻഡ്. 4800/25 ആണ് കേട്ടോ. എഴുതിയത് മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ. പൈപ്പ് എ ആൻഡ് ബി ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 6 hours and 8 hours respectively. Both pipes are open together for 3 hours. After that, pipe A is closed and B continues to fill the tank. Okay, in how many hours will the remaining tank be filled? അപ്പോൾ A, B 6, 8. Both pipes are opened together for 3 hours. ഒക്കെ നമുക്ക് ഇതേപോലൊരു ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ ഉപയോഗിച്ചത്? 3 4 3 hours തുറന്നു. അപ്പം 3 4 7 7 3 21 കംപ്ലീറ്റ് ആയി. ഓക്കെ, 24 ടോട്ടൽ കംപ്ലീറ്റ് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് പൈപ്പ് എ ഇസ് ക്ലോസ്ഡ്. എ ക്ലോസ് ചെയ്തു. ഇനി ആര്? ബി മാത്രമേ ഉള്ളൂ. ബി കണ്ടിന്യൂസ് വിൽ ദ ടാങ്ക്. ഇൻ ഹൗ മെനി അവേഴ്സ് വിൽ ദ റിമൈനിങ് ടാങ്ക്. ബാക്കി ഇനി 3 കംപ്ലീറ്റ് ചെയ്യണം. ബി അപ്പോൾ 1 മണിക്കൂർ. ബാക്കി ഇനി 1 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ബി ഒറ്റയ്ക്ക് 1 മണിക്കൂർ വർക്ക് ചെയ്താൽ 3 കംപ്ലീറ്റ് ആവുമല്ലോ. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ സിംപ്ലിഫിക്കേഷൻ ആണ്. സിംപ്ലിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് സിംപ്ലിഫിക്കേഷൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. √x = 1872 ഡിവൈഡ് ബൈ 12 ഡിവൈഡ് ബൈ 6.5 വന്നു. അപ്പോൾ ഡിവൈഡ് ബൈ 6.5നെ നമ്മളിപ്പോൾ പോയിന്റ് ഡെസിമലൊക്കെ വരുന്ന സമയത്ത് എളുപ്പം ചെയ്യാൻ വേണ്ടി അതിനെ അങ്ങ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 6.5 എന്ന് പറഞ്ഞാൽ എന്താ? 13/2 ആണ്. 13ന്റെ പാതിയാണല്ലോ 6.5. അപ്പോൾ ഞാൻ 13/2 എന്ന് എഴുതുന്നു. അപ്പോൾ 2 മോളിൽ പോവും, 13 താഴെ വരും. 12 കൊണ്ട് ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യും. 1 12 12 6 7 67 12 5 60 60 72 6 12 72 13 ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാനാണ്. 1 13 13 26 2 പ്രാവശ്യം. 12 × 2 24 വരും. ഇപ്പോൾ √x 24 വന്നു. അങ്ങനെയാണ് എക്സ് എത്ര ആയിരിക്കും? 24ന്റെ സ്ക്വയർ ആയിരിക്കും. 24ന്റെ സ്ക്വയർ എത്രയാണ്? 576 ആയിരിക്കും. അപ്പോൾ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ മുമ്പേ എല്ലാ മോക്ക് ടെസ്റ്റിലും ഓരോ 1-2 ക്വസ്റ്റ്യൻസ് ഇതേപോലെ ഉണ്ടാവുന്നതാണ്. ഞാൻ പറഞ്ഞ ഡിജിറ്റ് എടുത്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക, മെത്തേഡ് എങ്ങനെയാണെന്ന് പഠിക്കുക. അതായത് ആദ്യത്തെ ഈ ഡിജിറ്റ് 1 7 കൂട്ടുന്നു 8, 8 ൽ നിന്ന് 8 കുറയ്ക്കുന്നു 0. അടുത്ത 7 7 14, 14 ൽ നിന്ന് 7 കുറച്ചാൽ 7, 5 4 9, 9 2 കുറച്ചാൽ 7, വിച്ച് ഈസ് ഈക്വൽ ടു 77% വെച്ചാൽ 77/100 × x എന്നാണ്. 77 ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാൻ 10 വരും. 10 × 100 ആയിരിക്കും ആൻസർ. 10 × 100 1000 ആയിരിക്കും എക്സ് എന്ന് പറയുന്നത്. 1000 എന്ത് ചെയ്യും? ഓക്കെ ഓക്കെ. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാല്യൂ ഷുഡ് കം? ഓക്കെ, അതും സിംപ്ലിഫിക്കേഷൻ ആണല്ലോ. സിംപ്ലിഫിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 13/17 × 8/156 × 153 is equal to. ഓക്കെ, നമ്മളിപ്പോൾ 13 156 ഇപ്പം നമ്മളോട്ട് ക്യാൻസൽ ചെയ്തല്ലേ ഉള്ളൂ. കറക്റ്റായിട്ട് വന്നിട്ട് 13 എത്ര 12 ആയിരുന്നു. ഓക്കെ, 8ഉം 12 കൂടെ ക്യാൻസൽ ചെയ്യാം. 2 4 വെച്ച് 2 4 8 3 4 12 ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 51 വരും. ഇത് ഡയറക്റ്റ് ക്യാൻസൽ ആവുന്നതാണ്. ഓക്കെ, ഇനി ബാക്കി ആരേ ഉള്ളൂ? 3 × 2 3 2 മാത്രമല്ലേ ഉള്ളൂ? 6. അപ്പോൾ 6 ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റൂട്ട് 1444 പ്ലസ് റൂട്ട് 5184 22 × x ആണ്. അപ്പോൾ റൂട്ട് കണ്ടുപിടിക്കുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട്. ഞാനത് പറഞ്ഞുതരാം. ഇത് അതിലും എളുപ്പം ചെയ്യാവുന്നതാണ്. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ് വരുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് ഡിജിറ്റ് നോക്കും 4. അപ്പം 4 വരണമെങ്കിൽ 2ന്റെ സ്ക്വയർ 4 അവസാനിക്കുക, 8ന്റെയും സ്ക്വയർ 4 അവസാനിക്കുക. അതുകൊണ്ട് 2 8 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരാം നമ്മുടെ റൂട്ടിൻ്റെ.
ഇനി 14-നകത്തുള്ള റൂട്ടുള്ള സംഖ്യ ഏതാന്ന് നോക്കണം. 14-നേക്കാൾ ചെറുത് റൂട്ടുള്ളത് ഏതാ? 3-നാണ്. അപ്പം 3-ന്റെ സ്ക്വയർ 9. അപ്പം 32 38 ആവാം. ഇതിൽ 35-ന്റെ സ്ക്വയർ കാണാൻ എല്ലാവർക്കും അറിയാമല്ലോ. എങ്ങനെ 35-ന്റെ സ്ക്വയർ എല്ലാവർക്കും അറിയാമല്ലോ. 35 ആണ്. 5 5 25, 3 × 4 12. അതായത് 3-നെ നെക്സ്റ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 1225-നേക്കാളും വലുതാണല്ലോ ഇത്. അപ്പോൾ നമുക്ക് 35 കഴിഞ്ഞിട്ടുള്ള നമ്പർ ആയിരിക്കും 38 ആയിരിക്കും. അപ്പോൾ 38 കിട്ടി. ഇതും അതേപോലെ തന്നെ ചെയ്യാം. അതിനേക്കാളും ഗസ് വർക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ 70-ന്റെ സ്ക്വയർ എത്ര? 7 49 49 2 0 4900 അപ്പോൾ അതിനേക്കാളും വലുതായതുകൊണ്ട് കുറച്ചടുത്തുള്ള ആയതുകൊണ്ട് 72 ആയിരിക്കും. = 22x. 70 30 കൂട്ടും 100 110 വരും. 110 22 എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 110 വരുന്നത്? 5 കൊണ്ട് ഗുണിച്ചാലാണ്. സോ x എന്ന് പറയുന്നത് 5 വരും. ഓക്കെ. അടുത്ത 50% 200 - 7.5 × 4. ഇതെങ്ങനെയാന്ന് പറഞ്ഞത്? 50% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പകുതി എന്നാ, ഹാഫ് എന്നാ. ഇപ്പൊ 200-ന്റെ ഹാഫ് എന്ത് വരും? 100. 100 - 7.5 × 4 പെട്ടെന്ന് എങ്ങനെ ചെയ്യാം? 7.5-ന്റെ ഡബിൾ എത്ര? 15. അതിന്റെ ഡബിൾ എത്ര? 30. അപ്പോൾ 100-ൽ നിന്ന് 30 കുറയ്ക്കുക 70. ഇതിൽ വേറെ നമുക്ക് സ്റ്റെപ്പ് പോലും ചെയ്യാതെ ചില ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കരുത്. ക്ലർക്ക് ലെവലിലെ ക്വസ്റ്റ്യൻസ് ഏകദേശം ഇങ്ങനെയാണ്. അത് നമ്മൾ പെട്ടെന്ന് ചെയ്ത് പ്രാക്ടീസ് ആവണം. ഓക്കെ. അടുത്തത് 75% ഓഫ് 240 മൈനസ്. ഓക്കെ, 75%. ഇത് നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. നമുക്ക് ഒന്ന് എഴുതാതെ തന്നെ ചെയ്ത് നോക്കിയാലോ. എങ്ങനെയാണെന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. 75% 3/4 അല്ലേ? ഇപ്പോൾ 3/4 4 വെച്ച് ഇതിനെ ക്യാൻസൽ ചെയ്തേ. 4 6 are 24. ഇപ്പോൾ 60 60 വരും. 60 × 3 180. മറന്നായിരിക്കാൻ വേണ്ടി ഒന്ന് നോട്ട് ചെയ്യുക. അല്ലെങ്കിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ 14 and 2/7% 1/7 അല്ലേ? 1/7 കൊണ്ട് ക്യാൻസൽ ചെയ്തേ. 3 7 21 56. ബാക്കി 56 ഉണ്ട്. 56-ൽ 8 പ്രാവശ്യം. ഇപ്പം 3 8 38. ഇത് മാത്രം ചെയ്താൽ 180 നിന്നും 18 കുറയ്ക്കാൻ എളുപ്പമാണ്. 180 30 കുറച്ചേ 150. അതിൽ നിന്ന് 8 കൂടെ കുറച്ചേ 142. സോ 142 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 4³ - 80% 40. ഇത് നമുക്ക് വേണം എങ്ങനെ? 4³ എത്ര? 64. ഇനി പെർസെൻറ്റേജിൻ്റെ കൂടെ 2 0 കട്ട് ചെയ്ത് കളഞ്ഞേ. 8 4 32. 64-ൽ നിന്ന് 32 കുറച്ചാൽ 32. 32 2-ന്റെ എത്രാമത്തെ പവറാന്ന് പറഞ്ഞേ? പറ. 2 2 അടുത്ത 4 8 16 32. ഇപ്പം 5-ാമത്തെ പവറാണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 5 കിട്ടും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് വിൽ കം. ഓക്കെ. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? മുമ്പേ നമ്മൾ പറഞ്ഞ മെത്തേഡ് ഒന്ന് നോക്കിയാലോ. ഒന്നുകൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. 0 6 കൂടെ കൂട്ടുന്നു 6. 6-ൽ നിന്ന് 9 കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് വേണം? ഇവിടെ അപ്പം കുറച്ച് എഴുതാം. പക്ഷേ ഇവിടെ അതിൽ എളുപ്പം ഈ 6-ൻ്റെ കൂടെ ഈ 6 കൂട്ടുക 12. 12-ൽ നിന്ന് 9 കുറയ്ക്കുക. അപ്പോൾ 3 കിട്ടും. ഓക്കെ. അതായത് ഇതുകൂടെ കൂട്ടി പിന്നെ ഈ ആഡ് ചെയ്യാനുള്ളത് കൂട്ടി എന്നിട്ട് കുറച്ചു. അപ്പോൾ ഇവിടെ 5ഉം 7 5 12. 12-ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 14. 14-ൽ നിന്ന് 0 കുറച്ചാൽ 14 തന്നെയാണ്. അപ്പോൾ ഓരോന്ന് മാറ്റി എഴുതണം. ഇനി 1 2 1 3. ഇവിടെ പിന്നെ ഡിജിറ്റ് ഇല്ല. 3 ഇവിടെ 4. 4-ൽ നിന്ന് 1 പോയിക്കഴിഞ്ഞാൽ 2 1 3 3 1 4. 4-ൽ നിന്ന് നോക്കിയാൽ 3. 341 ഏതിൻ്റെ ക്യൂബാ? ഏതിൻ്റെ ക്യൂബാണ് പറഞ്ഞത്? 7-ൻ്റെ ക്യൂബാണ് 341. ഓക്കെ ആണല്ലോ. അടുത്ത 20-ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടെ ഒന്ന് എഴുതാം. 42/25 എന്നാണ് ആദ്യത്തെ നമ്പർ. ഇത് ഡിവിഷനെ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ആക്കുക. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആക്കുമ്പോൾ ഇതെങ്ങനെ? ഇത് റെസിപ്രോക്കലാണ്. അപ്പോൾ 100 മോളി വരും, 21 താഴെ വരും. ഈസ് ഈക്വൽ ടു അല്ലൊരു ഇൻറ്റു ഒരു 8 കൂടെ ഉണ്ട്. ഈസ് ഈക്വൽ ടു 2x. ശ്രദ്ധിക്കുക, ഇവിടെ ഡയറക്റ്റ് ക്യാൻസൽ ആണ്. 21-ന് 2 പ്രാവശ്യം ക്യാൻസൽ ചെയ്യാം. 25 ഇവിടെ 4 പ്രാവശ്യം ക്യാൻസൽ ചെയ്യാം. അപ്പം 4 × 2 8. 8 × 8 64. 64 എത്രാമത്തെ പവർ ആയിരിക്കും? 6-ാമത്തെ പവർ ആയിരിക്കും. 5-ാമത്തെ പവർ നമ്മളിപ്പോൾ ചെയ്തതേ ഉള്ളൂ. ഇതിപ്പോൾ 6-ാമത്തെ പവർ ആയിരിക്കും. സോ അതും പെട്ടെന്ന് ചെയ്യാമായിരുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത 21-ാമത്തെ ക്വസ്റ്റ്യൻ. 0.26 × 50 + 13 സ്ക്വയർ ഇസ് ഈക്വൽ ടു. 0.26-നെ 50 കൊണ്ട് എങ്ങനെ ഗുണിക്കുന്നത്? ഇരുന്ന് എഴുതി ഗുണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. 0.26 50-യെ നിങ്ങൾ 100/2. 100-ന്റെ പാതിയാണല്ലോ 50 എന്ന് കരുതുക. അടുത്ത 13-ന്റെ സ്ക്വയർ 169. ഇത് നോക്കിയേ. ഈ 0.26-നെ 100 കൊണ്ട് ഗുണിക്കാൻ എളുപ്പമാണ്. എന്താ? 0.2 പ്രാവശ്യം കൊണ്ട് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ 26 വരെ 26/2 എത്രയാണ്? 13. 13-ന്റെ കൂടെ 169 ആഡ് ചെയ്തേ.
അപ്പം 169 10 ആടിയ 179, പിന്നെ ഒരു 3 കൂടെ 182 നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് റോങ് നമ്പർ സീരീസ് ആണ്. നമ്മൾ സിംപ്ലിഫിക്കേഷനും എല്ലാം ഭയങ്കര എളുപ്പത്തിൽ ചെയ്തപ്പോൾ ഇവിടെ റോങ് നമ്പർ സീരീസ് വന്നു. ചിലപ്പോൾ ക്ലർക്കിന് റോങ് നമ്പർ സീരീസും ചോദിക്കാം, മിക്കവാറും ചോദിക്കുന്നുണ്ട്. കൂടുതലും വരുന്നത് മിസ്സിംഗ് നമ്പർ ആയിരിക്കും. അപ്പം നമുക്ക് റോങ് നമ്പർ സീരീസ് ചെയ്യാം. ഇവിടെ എന്താ ഡിഫറൻസ് തന്നെ എടുക്കും, കാര്യം വലിയ രീതിയിലുള്ളൊരു മാറ്റമില്ല. ഇത് 7 ഡിഫറൻസ്, ഇവിടെ 10, ഇവിടെ എത്ര 20, ഇവിടെ എത്ര 40, ഇവിടെ എത്ര ആണ് 8 7 15, ഇപ്പം 80, ഇവിടെ 15 16 കൂട്ടുമ്പോഴാണ് 31, സോ 160. ഇപ്പോഴത്തേക്ക് ഒരു ഹിന്റ് കിട്ടിയത് 10 20 40 80 60 ഡബിളായി പോവില്ല. അപ്പോൾ 10ന്റെ ഇവിടെ 5 ആയിരുന്നു വരേണ്ടത്. അപ്പോൾ 5 ആണ് വരേണ്ടതെങ്കിൽ ഈ നമ്പർ ആയിരിക്കും തെറ്റ്, ഇതല്ല ഇതായിരിക്കും തെറ്റ്. ഓക്കെ ആണല്ലോ? അപ്പോൾ 2 ആണ് റോങ്. നമുക്ക് ആൻസർ കിട്ടി, പക്ഷെ നമുക്കൊന്ന് കൺഫേം ചെയ്യണമല്ലോ എങ്ങനെയാ. അപ്പോൾ ഇവിടെ കറക്റ്റ് 5 ആയിരുന്നുണ്ട്, അപ്പോൾ 9ൽ നിന്ന് 5 കുറച്ച് ഇവിടെ 4 ആയിരുന്നു വരേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 8 14 20 29. ഓക്കെ, ഇവിടെ നമുക്ക് ഡിഫറൻസ് എടുക്കാമല്ലോ. 6, ഇവിടെ 6, ഇത് 9, ഇത് 11, ഇത് 13, ഇത് 15. ഓക്കെ, ഇത്രയും കണ്ടപ്പോൾ 9 11 13 15 കണ്ടപ്പോഴേ മനസ്സിലാവും പ്രൈം ആണോ? അല്ല, ഓഡ് നമ്പറാണ്. അപ്പോൾ അടുത്ത വരേണ്ട 7ഉം 5ഉം ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. ഇത് രണ്ടും തെറ്റാണ്, അതിൻ്റെ എഫക്റ്റ് കിട്ടുന്ന ആൾ ഇതിൻ്റെ നടുക്കുള്ള ആളായിരിക്കും. 14 റോങ് നമ്പർ മാർക്ക് ചെയ്തു പോവാം. പക്ഷേ കൺഫേം ചെയ്യാൻ വേണ്ടി 8ൻ്റെ കൂടെ 5 കൂട്ടിയാൽ 13, 13ൻ്റെ കൂടെ 7 കൂട്ടി 20. കറക്റ്റ് സെറ്റ് ആവുന്നുണ്ട് ലോജിക്ക്. ഓക്കെ, അടുത്ത 240 160. ഓക്കെ. ഈ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താ, പാതി പാതി പാതിയായിട്ട് പോകുമല്ലേ. ഇതിൻ്റെ പാതി ഇത്, 120ൻ്റെ പാതി 60, 60ൻ്റെ പാതി 30, 30ൻ്റെ പാതി 15. അപ്പോൾ 7.5യുടെ പാതി എത്ര? 3.5 അല്ല, 3.75 ആണ്. ഓക്കെ, അപ്പോൾ ഈ നമ്പറാണ് തെറ്റ്. സോ 3.5 ആണ് റോങ് നമ്പർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെയും ഓക്കെ, അഡീഷനും സബ്ട്രാക്ഷനും ഉള്ളു. അപ്പോൾ ഇത് +5 ഇതോ 10 കുറയുക, ഇതോ 6 കൂടുകയാണ്. 6 അല്ലല്ലോ, 16 സോറി. ഇവിടെ 231 206 25 കുറയുകയാണ്. കുറയുകയാണല്ലോ, 25 കുറയുകയാണ്. ഇവിടെ 36 കൂടുകയാണ്. ഇപ്പൊ തന്നെ ഏകദേശം ഐഡിയ കിട്ടില്ല. എന്താ സ്ക്വയറുകളാണ്, 4ൻ്റെ 5ൻ്റെ 6ൻ്റെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3ൻ്റെ സ്ക്വയറായ 9ഉം 2ൻ്റെ സ്ക്വയറായ 4. അപ്പോൾ ഇത് രണ്ടുമാണ് റോങ് എങ്കിൽ ഇതിൻ്റെ മിഡിൽ വരുന്ന ഇയാളായിരിക്കും റോങ് ആയിട്ട് വരുന്നത്. അപ്പോൾ 225 ആൻസർ മാർക്ക് ചെയ്തു പോന്നു. പക്ഷേ നമുക്ക് കൺഫേം ചെയ്യണമല്ലോ. എങ്ങനെ കൺഫേം ചെയ്യാം? ഇവിടെ ഇപ്പം 220ൻ്റെ കൂടെ 4 കൂട്ടുക, 224. 224ൽ നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ 215 സെറ്റാണ്. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പോൾ 225 ആയിരിക്കും റോങ് നമ്പർ. അടുത്ത 322 330. ഇതും ചെറിയ രീതിയിലാണ് മാറ്റം. നമുക്കപ്പോൾ അഡീഷൻ നോക്കാം. ഇവിടെ 8, 328 336 2 കുറയാണ്. അപ്പോൾ അവിടെ എന്തോ ഒരു മാറ്റമുണ്ട്. ഇവിടെ 18 കൂടിയത്. ഇവിടെ എത്രയാ? ഇവിടെ 8. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ നിന്നൊരു ഗസ് വർക്ക് നടത്താമെങ്കിൽ ഇവിടെ 8 8 8 അങ്ങനെയാണെങ്കിൽ ഇത് 8 ഇത് 8 ആരെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ഇത് രണ്ടുമാണ് റോങ്. ഇതിന്റെ എഫക്റ്റ് കിട്ടുന്നത് 336 336 റോങ് മാർക്ക് ചെയ്യുന്നു. പക്ഷേ കൺഫേം ചെയ്യണം. എങ്ങനെയാ? 338ൻ്റെ കൂടെ 8 കൂട്ടും 346 346 8 കൂട്ടിയാൽ 357 അല്ലേ? കറക്റ്റായിട്ട് സെറ്റ് ആവുന്നുണ്ട് ലോജിക്ക്. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ DIയിലോട്ട് കടന്നിട്ടുണ്ട്. DI ഇത് ലൈൻ ഗ്രാഫ് DI ആണ്. എന്താണെന്ന് നോക്കാം. ദ ലൈൻ ചാർട്ട് ഷോസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ക്യാറ്റ്സ് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ഡോഗ്സ്. ഇപ്പം നീല ക്യാറ്റിനെയും മറ്റേ കളറ് ഡോഗിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 20 25 30, അപ്പോൾ 5 വീതമൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യമേ ഡേറ്റ ഒന്ന് നോക്കാം. A ഉണ്ട്, B C D. അതിൽ ക്യാറ്റ് എന്ന് റെപ്രസെൻറ്റ് ഡോഗ്. അപ്പോൾ ക്യാറ്റിൻ്റെ എണ്ണം Aയിലത് ഇത് ഡയറക്റ്റ് അല്ലേ 65 70 ഡയറക്റ്റ് അതിനകത്ത് നിന്ന് തന്നെ എഴുതി. ഇപ്പോൾ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതിയാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കാര്യം ഡയറക്റ്റ് വാല്യൂസ് എല്ലാം അങ്ങനെ തന്നിരിക്കുക. അപ്പോൾ നമുക്ക് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ടോട്ടൽ നമ്പർ ഓഫ് ക്യാറ്റ്സ് ഇൻ A ആൻഡ് D. എയിലും ഡിയിലും ക്യാറ്റ്സ് നീലയാണല്ലോ. Aയിലത് 70ഉം ഡിയിലത് 85 95. അപ്പോൾ 70 95 കൂടെ 165. പിന്നെ എന്തിൻ്റെ റേഷ്യോ? ഡോഗ്സ് ഇൻ B ആൻഡ് D.
ബിയിലും ഡിയിലെ ഡോഗ്സ് ഇവിടെ 45 50 55 ഡിയിലത് 30 അല്ലേ, ഇപ്പം 85 വരും. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 1 5 5 35 7 3 5 15 വീണ്ടും 3 5 അപ്പോൾ 33:17 എന്ന് വരും. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വർക്ക് തരാം, ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്ത് നോക്കുമല്ലോ. കാര്യം എന്താ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷനൊക്കെ കാണുന്നുണ്ടോ ഇതിൽ? 28ാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്, ചെയ്ത് നോക്കുക. 29 ചെയ്ത് നോക്കുക. 30 ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണം, ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം, ഏത് മെത്തേഡാണെന്ന്. അപ്പോൾ ബാക്കിയുള്ളവർ കൂടെ ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ. 31 ക്വസ്റ്റ്യൻ. അടുത്തത് ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ. 32. അടുത്തത് 33. അടുത്തത് 33 വേറെ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. ഇതപ്പോൾ ഇതായിരുന്നു കറക്റ്റ് ഹോംവർക്ക് നിങ്ങളുടെ. അതായത് ഈ ഡി എ ആയിരുന്നു ലാസ്റ്റത്തെ ഡി എ ആയിരിക്കുമല്ലോ സാധാരണ തരുന്നത്. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, നിങ്ങൾക്ക് 2 എണ്ണം ചെയ്ത് നോക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തെന്ന് പഠിക്കാം. അപ്പോൾ ഇതൊരു കേസിലെ ഡി എ ആണ്. 6 ഓക്കെ, ഇത് ചെയ്യാമല്ലോ. 33 34 35 ചെയ്തിട്ട് 34 കാണുന്നുണ്ടല്ലോ. ചെയ്തിട്ട് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടെ നമുക്കത് ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ 3 മോക്ക് ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് SBI ക്ലർക്കിൻ്റെ. അപ്പോൾ കൂടുതൽ കുട്ടികളും ക്ലർക്ക് എക്സാം എഴുതുന്നവരായിരിക്കും. അതുകൊണ്ട് ക്ലർക്കിൻ്റെ ആണോ കൂടുതൽ മോക്ക് ടെസ്റ്റ് വേണ്ടത് അതോ PO ലെവലിൻ്റെ ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് അറിയിക്കണം. ക്വസ്റ്റ്യൻസ് തെറ്റുന്നതും പിന്നെ മെത്തേഡിൽ എന്തെങ്കിലും പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതല്ല പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ SBI ക്ലർക്ക് ഇപ്പോൾ ചെയ്യുന്നു. ഇനി IBPS ക്ലർക്ക്, അപ്പോൾ ക്ലർക്ക് ലെവൽ ആണോ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ വേണ്ടത് അതോ PO ലെവലിലാണോ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ വേണ്ടത് എന്നുകൂടെ ഒന്ന് പറയുക. അതിപ്പോൾ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ ആദ്യമേ ഏത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ എന്ന് പറയാം. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യനിലൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ എന്തായാലും പറയാം. അപ്പോൾ ഓക്കെ, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ട് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണം. ദെൻ ഓക്കെ ബൈ, നമുക്ക് നെക്സ്റ്റ് മോക്ക് ടെസ്റ്റിൽ കാണാം.